Hello guys, how are you? Do you guys care about the greatest science challenges that conducted by Brilliant? As I am talking about the BSO, Brilliant Science Olympiad. Okay, Brilliant Science Olympiad registrations already start ചെയ്തിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഒളിമ്പ്യാഡ് നടത്തണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫോർ നമുക്കൊരു ഫൗണ്ടേഷൻസ് അല്ലേ, നമ്മുടെ സയൻസിൽ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ലെവൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമുക്ക് വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് മുന്നേ ഒരു ബേസ് കിട്ടാനൊക്കെ വേണ്ടി വി ആർ കണ്ടക്ടിങ് ദീസ് എക്സാംസ്. ഒളിമ്പ്യാഡ് എക്സാംസ് ഒക്കെ നമ്മൾ അതിനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് ഹിയർ ഒരു ഒളിമ്പ്യാഡ് എക്സാം അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും നമ്മൾ നോക്കുമ്പം അല്ലെങ്കിൽ എക്സാംസ് നമ്മൾ എഴുതാൻ പോകുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് സിലബസ് അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ എം ഹിയർ ടു അനാലിസിസ് ദ കെമിസ്ട്രി സിലബസ് ഓഫ് ദ BSOൻ്റെ കെമിസ്ട്രി സിലബസ് അനാലിസ് ചെയ്യാനാണ് ഐ എം ഹിയർ. സോ നമുക്കൊന്ന് ഏതൊക്കെ സിലബസാണ് കെമിസ്ട്രിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നോക്കാം. മാറ്റേഴ്സ് ഇൻ അവർ സറൗണ്ടിങ്സ്, ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ഈസ് മാറ്റർ അറൗണ്ട് അസ് പ്യൂർ. തേർഡ് ഈസ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഫോർത്ത് സ്ട്രക്ചർ ഓഫ് ആറ്റംസ്. 5 പീരിയോഡിക് ടേബിൾ. 6 chemical bonding. 7 redox reaction. 8 chemical kinetics. 9 solutions. 10 non-metals. And 11 organic chemistry. Okay, these are the topics that comes under the class 9 BSO for chemistry. Okay, for chemistry. നമുക്ക് ഇവരെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ is matter in our surroundings. Matter in our surroundings. അതിനകത്ത് കീഴിൽ വരുന്നത് ഡെഫിനിഷൻ ഓഫ് മാറ്റർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഏതൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? സോളിഡ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ദർ ഇന്റർകൺവേർഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്? ഇതിൻ്റെ കാറ്റഗറിയിൽ ഇവാപറേഷൻസ് വരും, മെൽറ്റിംഗ് വരും, ഫ്രീസിങ് വരും, കണ്ടൻസേഷൻസ്. ഇതെല്ലാം ഇതിൻ്റെ കീഴിൽ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ദെൻ ഡിഫ്യൂഷൻ ഓൾസോ. സോ ദീസ് ആർ ദ ടോപ്പിക്സ് ദാറ്റ് കംസ്. ഇതിൻ്റെ സബ് ടോപ്പിക് ആയിട്ട് മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സിൻ്റെ സബ് ടോപ്പിക് ആയിട്ട് വരുന്നതാണ് ഇന്റർകൺവേർഷൻ. ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇന്റർകൺവേർഷൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ്. Next is second question, matter around us pure. Matter around us pure. Mixtures, we are here mixtures-നെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് മാറ്റർ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈ ചെയ്യൂ അല്ലേ. മിക്സ്ചേഴ്സും ഉണ്ട്, പ്യുവർ സബ്സ്റ്റൻസും ഉണ്ട്. അതിനകത്ത് മിക്സ്ചേഴ്സ് ആണ് ഇവിടെ പഠിക്കുന്നത്. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ്, എങ്ങനെയാണ് മിക്സ്ചേഴ്സിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഹോമോജീനിയസിന് ഒരു രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാം, ഹെട്രോജീനിയസിന് വേറൊരു രീതിയിൽ സെപ്പറേറ്റ് ചെയ്യണം, ലൈക്ക് ദാറ്റ്. ദെൻ സൊല്യൂഷൻസ്, സസ്പെൻഷൻസ് ആൻഡ് കൊളോയിഡ്സ്. സൊല്യൂഷൻസ്, സസ്പെൻഷൻസ് ആൻഡ് കൊളോയിഡ്സ് ഇവിടെ പഠിക്കാനുണ്ട്. പ്യുവർ സബ്സ്റ്റൻസ്, എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. ഈ സൊല്യൂഷൻ സബ്സ്റ്റൻസസ് ആൻഡ് കൊളോയിഡ്സ് പഠിക്കാൻ നേരത്തെ ഇവിടെ ഈ സൊല്യൂഷൻ സബ്സ്റ്റൻസ് ആൻഡ് കൊളോയിഡ്സിൽ യു ഹാവ് ടു സ്റ്റഡി ദ എക്സാമ്പിൾസ്. ഇവിടെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എക്സാമ്പിൾസ് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. Because example is very important in here. Then here next one is pure substance, elements and compounds. Pure substance elements and compounds examples ഇവിടെ പഠിച്ചിട്ടുണ്ടാവണം. എങ്ങനെയാണ് എലമെന്റ്സിനെയും കോമ്പൗണ്ട്സിനെയും റെപ്രസെന്റ് ചെയ്യണമെന്നും പഠിക്കണം. ഓക്കെ ആണല്ലോ. This much we have to cover under matter around us. Pure. Third one, atoms and molecules. One of the important chapter, atoms and molecules. ഇവിടെ നമ്മൾ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൻഡ് കോമ്പിനേഷൻ ലോസ്, 2 കോമ്പിനേഷൻ ലോസാണ് പഠിക്കാനുള്ളത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആരാ? ആന്റണി ലവോയിസറിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, മാറ്റർ ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ആൻഡ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ ജോസഫ് പ്രൗസ്റ്റിൻ്റെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസും. അത് രണ്ടും പഠിച്ചിട്ടുണ്ടാവണം. ഈ എക്സാമ്പിൾസ്, ഈ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസിൻ്റെ 1-2 എക്സാമ്പിൾസും. നെക്സ്റ്റ് ഈസ് ഡാൾട്ടൺ ആറ്റോമിക് തിയറി. ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറി ആൻഡ് ഇറ്റ്സ് പോസ്റ്റുലേറ്റ്സ് പഠിച്ചിട്ടുണ്ടാവണം. ആറ്റോമിക് മാസ്, കോമ്പൗണ്ട്സ്, ആറ്റോമിക് മാസ് എങ്ങനെ കണ്ടുപിടിക്കുന്ന AMU കൺസെപ്റ്റ്സ്, ഇതെല്ലാം ഈ ചാപ്റ്ററിൽ കവർ ചെയ്തിട്ടുണ്ടാവണം ഇൻ ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ദെൻ സ്ട്രക്ചർ ഓഫ് ആറ്റം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലാണ് നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ അതിൻ്റെ ഡിസ്കവറീസും പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് അവരെങ്ങനെയാണ് ഡിസ്കവർ ചെയ്തത്. ദെൻ ആറ്റോമിക് സ്ട്രക്ചേഴ്സ്, ദാറ്റ് ഈസ് തോമസൺ മോഡൽ, റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ. അവിടെ നമ്മൾ ന്യൂക്ലിയസ് കൺസെപ്റ്റ് പഠിക്കും. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്സ് അവിടെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്.
ദെൻ നീൽസ് ബോർ ആറ്റം മോഡൽ, നീൽസ് ബോറിൻ്റെ ആറ്റം മോഡൽ പഠിക്കണം. ദെൻ എനർജി ലെവൽസിനെ ഓരോ ഷെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് കൺസെപ്റ്റ് യു ഹാവ് ടു സ്റ്റഡി ഹിയർ. ദെൻ ടേം സിമ്പിൾസ്, ദാറ്റ് ഈസ് ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പറിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? ആറ്റോമിക് നമ്പർ is represented by Z. മാസ് നമ്പർ is represented by A. അത് പഠിക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്, ഇലക്ട്രോൺസിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എനർജി ലെവൽ അനുസരിച്ച്. ഓരോ ഷെൽസിലും നമുക്ക് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യണ്ടേ? ആ കൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം. ദെൻ ഐസോടോപ്സ്, ഐസോബാർസ്, അവരുടെ പ്രോപ്പർട്ടീസ് ആൻഡ് ഓൾസോ അവിടെ നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്, അവരുടെ എക്സാമ്പിൾസും അല്ലേ. ഐസോടോപ്സ് ആണെങ്കിൽ എങ്ങനെയാണ്? ദർ ഈസ് കാർബൺ 12, കാർബൺ 13 ആൻഡ് കാർബൺ 14. ഓക്കെ, ഐസോടോപ്സ്. അപ്പം നമുക്ക് എന്താ പ്രത്യേകത? സെയിം ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐസോടോപ്സ് എന്ന് വിളിക്കും. മാസ് നമ്പർ സെയിം ആയിട്ട് ആറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐസോ ബാർ എന്ന് വിളിക്കും. ആ രണ്ട് കൺസെപ്റ്റ്സും അറിഞ്ഞിട്ടുണ്ടാവണം. സോ ദീസ് ആർ ദി ടോപ്പിക്സ് ദാറ്റ് കംസ് അണ്ടർ സ്ട്രക്ചർ ഓഫ് ആറ്റംസ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ കീഴിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഇതെല്ലാം. നെക്സ്റ്റ് ഈസ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് അതിൻ്റെ ഡിസ്കവറീസ് ആണ്. എങ്ങനെയാണ് പീരിയോഡിക് ടേബിളിൻ്റെ ഫോർമുലേഷൻ? ഹിസ്റ്ററി, നോട്ട് ഡിസ്കവറീസ്, ഇറ്റ്സ് ഹിസ്റ്ററി. ദാറ്റ് ഈസ് മെൻ്റലി പീരിയോഡിക് ടേബിൾ ആൻഡ് മോഡേൺ പീരിയോഡിക് ടേബിൾ. മെൻ്റലി പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെൻ്റലീവ്സ് ലോ വഴിയാണ് അല്ലെ, മെൻ്റലീസ് പീരിയോഡിക് ലോ വഴിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ മോഡേൺ പീരിയോഡിക് ലോ. അപ്പോൾ ആ രണ്ട് ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ദെൻ ഡിറ്റർമൈൻ ദി പീരീഡ്സ് ആൻഡ് ഗ്രൂപ്പ്സ് ആൻഡ് ഫാമിലീസ്. അതായത് ഇലക്ട്രോണിക് ഇൻ ബിറ്റ്വീൻ ഒരെണ്ണം വിട്ടുപോയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് പഠിക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്, ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് അനുസരിച്ച് എങ്ങനെയാണ് പീരീഡ്, ഗ്രൂപ്പ്, ഫാമിലീസ് ഒക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഏതാണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആൻഡ് പീരിയോഡിക് ട്രെൻഡ്സ്. ഈ മെയിൻ ഗ്രൂപ്പ്, ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ബുക്കിൽ, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. ലാസ്റ്റ് നമ്മുടെ പീരിയോഡിക് ട്രെൻഡ്സ്, പീരീഡ് അനുസരിച്ച് എന്തൊക്കെ ട്രെൻഡ്സ്, അയണൈസേഷൻ എനർജി, ആറ്റോമിക് റേഡിയസ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അവരുടെയൊക്കെ പീരിയോഡിക് ട്രെൻഡുകൾ പഠിക്കണം. ഓക്കെ, ദീസ് ആർ ദി ടോപ്പിക്സ് കംസ് അണ്ടർ പീരിയോഡിക് ടേബിൾ. ദെൻ കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ്സ് നടക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യേണ്ടത് തന്നെ എന്തിനു വേണ്ടിയാണ്? ടു അറ്റൈൻ ഒക്ടറ്റ്. ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്? കെമിക്കൽ ബോണ്ടിങ് നടത്തുന്നത്. സോ കെമിക്കൽ ബോണ്ടും ഒക്ടറ്റ് റൂളും പഠിച്ചിട്ടുണ്ടാവണം. വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ അല്ലേ, വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് അത് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ, ഓരോ കോമ്പൗണ്ടിൻ്റെയും ലൂയിസ് ഡോട്ട് സ്ട്രക്ചേഴ്സ് പഠിക്കണം. ടൈപ്സ് ഓഫ് ബോൺസ്, രണ്ട് ടൈപ്സ് ബോൺസ് ആണുള്ളത് അല്ലേ, അയോണിക് ബോണ്ട് ഉണ്ട്, കോവാലന്റ് ബോണ്ട് ഉണ്ട്. അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതെല്ലാം പഠിക്കണം. ഓക്കെ ആണല്ലോ. ദെൻ കെമിക്കൽ ഫോർമുല ഓഫ് ആസിഡ്, ബേസ് ആൻഡ് സാൾട്ട്. കെമിക്കൽ ഫോർമുലാസ്, റിയാക്ഷൻസ്, ഇതെല്ലാം പഠിക്കണം. ഓക്കെ ആണല്ലോ. സോ എന്തൊക്കെയാണ്? കെമിക്കൽ ബോണ്ടിങ്, അത് നടക്കാനുള്ള കാരണം ഒക്ടറ്റ് റൂളാണ്, അത് പഠിക്കണം. വാലൻസ് ഇലക്ട്രോൺസ്, ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. Ionic bond is characterizations and properties. Then chemical formulas of acids, base and salt. അവരുടെയൊക്കെ കെമിക്കൽ ഫോർമുലാസ്. ഓക്കെ, എങ്ങനെയാണ് കെമിക്കലി അവരെ റിപ്രസെൻ്റ് ചെയ്തത്? CaCO3, how it's formed. അത് ഫോം ചെയ്യണമെങ്കിൽ അയോൺ കൺസെപ്റ്റ്സ് ആദ്യം പഠിക്കണം അല്ലേ. പോളിയാറ്റോമിക് അയോൺസ് പഠിക്കണം. പോളിയാറ്റോമിക് അയോൺസ് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കെമിക്കൽ ഫോർമുലാസ് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. All these are comes under in the chemical bonding chapter. Next is redox reactions. Redox reactions എന്താണ്? ബാലൻസിങ്, അവിടെ നടക്കുന്ന ബാലൻസിങ് ഓഫ് കെമിക്കൽ കൺസെപ്റ്റ്സ് ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടാവണം. ഇനി റിഡക്ഷനും ഓക്സിഡേഷനും എന്താണ്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷനും ഓക്സിഡേഷനും ഒരുപോലെ നടക്കുന്ന റിയാക്ഷൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻസ് അല്ലേ. അപ്പോൾ ഈ റിഡോക്സ് റിയാക്ഷനിൽ റിഡക്ഷനും ഓക്സിഡേഷനും എന്താണ്? ഓക്സിഡൈസിങ് ഏജൻറ്റ്, റിഡ്യൂസിങ് ഏജൻറ്റ്, അവരുടെ എക്സാമ്പിൾസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലായിടത്തും എക്സാമ്പിൾസ് മസ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഓക്സിഡേഷൻ നമ്പർ എന്താ, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ ആൻഡ് ഇറ്റ്സ് കാൽക്കുലേഷൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്സിഡേഷൻ നമ്പറും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ദീസ് ആർ കംസ് അണ്ടർ റിഡോക്സ് റിയാക്ഷൻസ്. ഇവിടെ റിഡക്ഷനും ഓക്സിഡൈസേഷനും ആണ് നടക്കുന്നത്. റിഡ്യൂസിങ് ഏജൻറ് ഉണ്ട്, ഓക്സിഡൈസിങ് ഏജൻറ് ഉണ്ട് അല്ലേ. റിഡക്ഷൻ നടക്കുന്നത് ആരാണോ അയാളെ നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ് എന്ന് വിളിക്കും. ഓക്സിഡേഷൻ നടക്കുന്നത്
ആർക്കാണ് അയാളെ നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് വിളിക്കും, ലൈക്ക് ദാറ്റ്സ്. അവരുടെ എക്സാമ്പിൾസ് മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ ആണല്ലോ. നൗ വി മൂവ് ഓൺ ടു ദ കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിയർ വി ഡീൽസ് വിത്ത് ദ സ്പീഡ് ഓഫ് ദ റിയാക്ഷൻസ്. ഓക്കെ, റിയാക്ഷൻസും അവരുടെ സ്പീഡ്സ് ഒക്കെയാണ് പഠിക്കുന്നത്. ദാറ്റ് ഈസ് ടൈപ്പ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ്. ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, കെമിക്കൽ റിയാക്ഷൻ്റെ കാറ്റഗറൈസേഷൻ ഏതൊക്കെയാണ്, ഏതൊക്കെ കാറ്റഗറൈസേഷൻ? കമ്പസ്റ്റൻ ഉണ്ട്, കോമ്പിനേഷൻ റിയാക്ഷൻ ഉണ്ട്, ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ മുന്നേ പഠിച്ച് കണ്ടോ റിഡോക്സ് റിയാക്ഷൻസ്. ഇതെല്ലാം ടൈപ്സ് ഓഫ് റിയാക്ഷൻസിൽ വരും. ഓൾ ദീസ് ആർ കംസ് അണ്ടർ ദി ടൈപ്സ് ഓഫ് റിയാക്ഷൻസ്. ദെൻ നേച്ചർ ഓഫ് റിയാക്ടൻറ്റ്, അതിന് പിന്നെ ഒരു പോയിന്റ് വിട്ടുപോയല്ലോ. ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റിംഗ് റിയാക്ഷൻ റേറ്റ്. റിയാക്ഷൻ റേറ്റിന് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. കൈനറ്റിക്സ് മീൻസ് റേറ്റ് ഇൻ അത്, കൈനറ്റിക്സ് മീൻസ് മൂവ്മെൻ്റ് അല്ല. ആ കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ റേറ്റ്സാണ്. ഈ റിയാക്ഷൻ റേറ്റ്സ് പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് ഡീൽ ചെയ്യാനുള്ളതാണ് നേച്ചർ ഓഫ് റിയാക്ടൻറ്റ്, അതായത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് റിയാക്ഷൻ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന്. നേച്ചർ ഓഫ് റിയാക്ടൻറ്റ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ഉണ്ട്, പിന്നെന്താ ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, റിയാക്ഷൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്തുനിന്ന് യൂസ് ചെയ്യുന്നൊരു എക്സ്റ്റേണൽ ഏജൻ്റാണ് എന്ത് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം എന്താണ്, ഓൾ ദീസ് ആർ കംസ് അണ്ടർ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിയാക്ഷൻസ്. ഓക്കെ ആണോ. സോ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റിംഗ് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം കെമിക്കൽ കൈനറ്റിക്സിൻ്റെ കാറ്റഗറൈസേഷൻസ് ആണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇസ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസിൽ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് പഠിച്ചിട്ടുണ്ടാവണം. സോൾവെൻറ്റ്സ്, ഏതൊക്കെ സോൾവെൻറ്റ്സ് ആണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത്? മാസ് പെർസെൻറ്റേജ്, സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇത് എന്തോരം സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതനുസരിച്ചുള്ളതാണ് കേട്ടോ. സോളബിലിറ്റി, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ആണ് ട്രൂ സൊല്യൂഷൻ. ഈ ലാസ്റ്റ് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ആണ്. ദാറ്റ് ഈസ് ട്രൂ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ കൊളോയിഡ്സ്. ഇവരുടെയൊക്കെ എന്താ എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻസ്, കൊളോയിഡ്സ്. ഓക്കെ ആണല്ലോ. ദെൻ ഡെയിലി യൂസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ് ഡ്രിങ്ക് കാറ്റഗറീസ്. ഓൾ ദീസ് ആർ കംസ് അണ്ടർ ദ ടോപ്പിക് സൊല്യൂഷൻസ്. ഇനി നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസിൽ ഹൈഡ്രജൻ. ഓക്കെ, നോക്കൂ, ഹൈഡ്രജൻ, കാർബൺ. നോൺ മെറ്റൽസിൽ വരുന്ന കാറ്റഗറൈസേഷൻ നോക്കിക്കേ, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ. ഇവരുടെ പ്രിപ്പറേഷൻസ്, യൂസസ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ആൻഡ് ക്ലോറിൻ. ഇവരുടെ പ്രിപ്പറേഷൻസ്, അതുപോലെ തന്നെ യൂസസ്, പ്രോപ്പർട്ടീസ് പഠിക്കണം. പിന്നെ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഓക്സിജനിൽ വരുന്ന ഒരു സബ് കാറ്റഗറിയാണ് നമ്മുടെ ഓസോൺ അല്ലേ. അൾട്രാവയലറ്റ് റേസിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു O3 ഇല്ലേ, O3 മോളിക്യൂൾ, ദാറ്റ് ഈസ് ഓസോൺ. ഓസോണിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടാവണം. ദാറ്റ് കംസ് അണ്ടർ ദ ഓക്സിജൻ കാറ്റഗറി. ഓക്കെ ആണല്ലോ. ദെൻ ഓർഗാനിക് കെമിസ്ട്രി. ലാസ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് ഓർഗാനിക് കെമിസ്ട്രി. അവിടെ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് പഠിച്ചിട്ടുണ്ടാവണം. ഹൈഡ്രോകാർബൺസ്. ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താ, കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോകാർബൺസ്. അവരെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാണ്. ദാറ്റ് ഈസ് ഹൈഡ്രജനും കാർബണും മാത്രമുള്ള ആൾക്കാർ. ആൽക്കീൻസ്, ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. ദെൻ ഹോമോലോഗസ് സീരീസ്, നോമെൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ്. ഹൈഡ്രോകാർബൺസിൻ്റെ എങ്ങനെ നെയിമിംഗ് ചെയ്യണം, IUPAC നെയിമിംഗ് ആണ് കേട്ടോ അവർ ഉദ്ദേശിക്കുന്നത്. ആലിസൈക്ലിക് കോമ്പൗണ്ട്സ്, അറോമാറ്റിക് കോമ്പൗണ്ട്സ്, കാറ്റനേഷൻ. കാർബണിൻ്റെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടിയാണ് കാറ്റനേഷൻ പ്രോപ്പർട്ടി. എന്താ കാറ്റനേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാറ്റനേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, കാർബണിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ കാറ്റനേഷൻ പ്രോപ്പർട്ടി. കാർബൺ കണ്ടോ, കാർബൺ ഇതുപോലെ എന്ത് ചെയ്യാം, ബോണ്ട് ഫോം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അതായത് ലോങ് ചെയിൻസ് ഫോം ചെയ്യാം, ബ്രാഞ്ചിങ് ഫോം ചെയ്യാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, റിങ്സ് ഫോം ചെയ്യാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, കാർബൺ ഉണ്ട്. ആ പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റനേഷൻ പ്രോപ്പർട്ടി. ഓക്കെ, then എക്സാമ്പിൾസ്, പെട്രോൾ, അതായത് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിൾസ് പെട്രോളിയം, കോൾ, നാച്ചുറൽ ഗ്യാസസ്, അത് പിന്നെ ഗ്ലോബൽ വാർമിംഗ് കൺസെപ്റ്റ്സ്. ഓക്കെ, അതൊരു കൺസർവേഷൻ ഫോമിൽ വരുന്നതാണ് കേട്ടോ ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ,
ഇത്രയും കാര്യങ്ങൾ എന്തിൽ പഠിച്ചിട്ടുണ്ടാവണം? ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ ടോപ്പിക്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ആണ് നെയിമിങ്. UPSC കൺസെപ്റ്റ് ഒക്കെ ചോദിക്കുക കേട്ടോ. ഓക്കെ, സോ ദീസ് ആർ ദ കാറ്റഗറീസ് ദാറ്റ് കംസ് അണ്ടർ ഓർഗാനിക് കെമിസ്ട്രി. നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാം, ചാപ്റ്റേഴ്സ് നോക്കാം. ദാറ്റ് ഈസ് matter in surroundings, matter around us is pure, atoms and molecules, structure of atoms, periodic table, chemical bonding, redox reactions, chemical kinetics, solutions, non-metals and organic chemistry. Okay ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ കവറപ്പ് ചെയ്തോളണം. അറ്റ് ദാറ്റ് ടൈം അതിൻ്റെ ഒപ്പം തന്നെ എന്തും ചെയ്തോളണം, മോക്ക് ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തോളണം. ആൻഡ് ഓൾസോ സാമ്പിൾ ക്വസ്റ്റ്യൻസും ചെയ്തോളണം. മിസ് കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. സാമ്പിൾ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മിസ് ഉദ്ദേശിച്ചത്. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സം ഓഫ് ദി സാമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, വാട്ട് ഡസ് ദി മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ്സ്? മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യണം എന്താണ്? Properties of elements are the functions of their mass. Properties of elements are the periodic functions of their atomic number. Elements are arranged alphabetically. Elements are arranged based on density. Density base ചെയ്താണ് അവർ അറേഞ്ച് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. ഹിയർ എന്താ പറയുന്നത്? ഹിയർ മോഡേൺ പീരിയോഡിക് ലോ പറയണത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പറിൻ്റെ പീരിയോഡിക് ഫംഗ്ഷൻ അത്. ആറ്റോമിക് നമ്പറിൻ്റെ പീരിയോഡിക് ഫംഗ്ഷൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ആറ്റോമിക് മാസ് യൂണിറ്റ് AMU ബേസ്ഡ് ഓൺ? AMU എന്തിന് ബേസ് ചെയ്താൽ വന്നത്? AMU എന്ന് പറഞ്ഞ ആറ്റോമിക് മാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തതാണ്. ഓക്സിജൻ ആറ്റം, കാർബൺ 12 ആറ്റം, ഹൈഡ്രജൻ ആറ്റം ഓർ നൈട്രജൻ മോളിക്യൂൾ. എന്തിനെ ബേസ് ചെയ്താൽ വന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കാർബൺ 12 ആറ്റം. അതായത് ഇവിടെ അവർ ഉദ്ദേശിച്ച ബേസ്ഡ് ഓൺ എന്ന് പറഞ്ഞാൽ റെഫറൻസ് ചെയ്തായിട്ട് എടുത്തതെന്നാണ് കേട്ടോ. റെഫറൻസ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ട് ആറ്റോമിക് മാസ് യൂണിറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് കാർബൺ 12 ആറ്റം. കാർബൺ 12 ആറ്റം ആണ് കേട്ടോ ഇവിടെ ആൻസർ. നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് കാറ്റനേഷൻ? എന്താ കാറ്റനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമേഷൻ ഓഫ് റിംഗ് കോമ്പൗണ്ട്സ്, ലിങ്കിങ് ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഇൻ ടു ചെയിൻസ്, breaking down of molecules, addition of hydrogen. അതായത് രണ്ടും വരും കേട്ടോ. ഫോർമേഷൻ ഓഫ് റിങ്സ് ഇൻ കോമ്പൗണ്ട്സും വരാം, ലിങ്കിങ് ഓഫ് ആറ്റംസ്, സെയിം ആറ്റംസ് രണ്ടും വരുന്നു. കാറ്റനേഷൻ കൺസെപ്റ്റ്സിൽ രണ്ടും വരാം. നമുക്ക് ഓപ്ഷൻ ബി കുറച്ചുകൂടിയും ആപ്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഫോർമേഷൻ ഓഫ് ആറ്റംസ്, ലിങ്കിങ് ഓഫ് ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് ഇൻ ടു ചെയേഴ്സ്. ഓക്കെ, സെയിം എലമെൻറ്റ് ഇൻ ടു ചെയിൻസ്. ഓക്കെ, linking of atoms of same elements into chains. Option B was the correct one. Okay, option B കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. മറ്റൊരാൾക്ക് എടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. കാർബൺ ആറ്റം കമ്പൈൻ ചെയ്യുന്ന കൺസെപ്റ്റ് അവർ എടുത്ത് പറഞ്ഞു. ഇവിടെ സെയിം ആറ്റം കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ചെയിൻസ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. സെയിം ആറ്റം എന്ന് പറഞ്ഞല്ലോ. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ ബി എടുത്തത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് പാർട്ടിക്കിൾ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഡയഗ്രാം ഷോൺ? തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay, neon, CO3. This is CO3 plus aluminium. Okay, again aluminium. രണ്ട് അലൂമിനിയം വന്നേ. Again one aluminium. നോക്കൂ, എപ്പോഴും ഒരു പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിനകത്ത് നമ്പർ ഓഫ് പ്രോട്ടോൺസാണ്. പ്രോട്ടോൺസ് ആയിരിക്കും എപ്പോഴും ഒരു പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഇവിടെ 14 ന്യൂട്രോൺസ് ആൻഡ് 13 പ്രോട്ടോൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് ഈ ഓ കാണിക്കുന്നതൊക്കെ ഇലക്ട്രോൺസാണ്. നോക്കിക്കേ, അപ്പോൾ ഏതായിരിക്കും നോക്കൂ, 13 എന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും? 13 ഈസ് അലൂമിനിയം ഇറ്റ് സെൽഫ്, ഇസ്ന്റ് ഇറ്റ്? സോ അലൂമിനിയം കേട്ടോ. ഓപ്ഷൻ CO DO വരാം, രണ്ടിടത്തും അലൂമിനിയം ആയി പോയി. ഓക്കെ, ഏതെങ്കിലും വരണാട്ടെ ശരിക്കും ഓപ്ഷൻ ആൻസർ ആയിട്ട് വരാവുള്ളൂ. സോ ഓപ്ഷൻ സി നമുക്ക് എടുക്കാം. ഓപ്ഷൻ സി അലൂമിനിയം. ഓക്കെ ആണല്ലോ. സോ ദീസ് ആർ ദ സം സാമ്പിൾ ക്വസ്റ്റ്യൻസ്. അപ്പം നന്നായിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, സിലബസ് നന്നായിട്ട് കവർ ചെയ്യുക. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം you can score good marks in chemistry. Okay then, thank you and all the best.